ആനന്ദ് കൊച്ചുകൂടി ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻ ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പൊടിപ്രായത്തിൽ പഠിച്ചു വരുന്നതല്ലേ. എൻ്റെ ഉള്ളിൽ പോലും നേരിയ സംശയമില്ല ഞാൻ ഇന്ത്യക്കാരനാണെന്ന കാര്യത്തിൽ. ഇന്ത്യക്കാരനാണ്, 100% ഇന്ത്യക്കാരനാണ്, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. പക്ഷേ ഒരുത്തർ ഒരു വെളിവേട്ട പ്രസ്താവന നടത്തുന്നു, ആ വെളിവേട്ട പ്രസ്താവനയെ 100% വന്നിരുന്ന ഓതന്റിക്കേറ്റ് ചെയ്യുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുകയാണ്, കേരളം മിനി പാകിസ്ഥാനാണെന്ന്. ഹൗ ഡയർ ആനന്ദ് കൊച്ചുകൂടി. ഹാഷ്മി, ഞാൻ ഈ ചർച്ചയിൽ വരുമ്പോൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമാണ് ശ്രീ ജയസൂര്യൻ നടത്തിയത്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല BJPയുടെ ഒരു സംസ്ഥാന നേതാവ് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അഡ്വക്കേറ്റ് ജയസൂര്യനെ പോലെ പാലായിൽ നിന്ന് വരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെ കൂടി അല്ലെങ്കിൽ ആ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടെ അഭിപ്രായമാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത് കേട്ട് ഞാൻ തന്നെ ഞെട്ടിധരിച്ചിരിക്കുകയാണ്. കാരണം ഒരിക്കലും കേരളത്തിലെ BJP ഇങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം അവർക്ക് വളരെ എളുപ്പത്തിൽ നിതീഷ് റാണയെ തള്ളിപ്പറയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. കേരളത്തിൽ BJP എന്തൊക്കെ ചെയ്താലും, ഇവിടെ ഒരു 10-50 വർഷം കഴിഞ്ഞാലും, ഉത്തരേന്ത്യ മുഴുവൻ BJP ഭരിച്ചാലും കേരളം BJP ഒരിക്കലും ഭരിക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ തെളിവാണിപ്പോൾ ഈ ജയസൂര്യൻ പറഞ്ഞ വാക്കുകൾ. ഇവിടെ കേരളം ഒരു മലയാളിയായതിൽ അഭിമാനമില്ലാത്ത ശ്രീ ജയസൂര്യനും ഈ BJPക്കാരും കേരളത്തിൽ എങ്ങനെയാണ് ഭരണം പിടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവിടെ ഈ ഉത്തരേന്ത്യൻ സംഘീയ നേതാക്കൾ പലപ്പോഴും പല വിഡ്ഢിത്തരങ്ങൾ അവർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടുകൂടിയാണ്. അല്ലെങ്കിൽ ഇപ്പൊ കേരളത്തിൽ വരുന്ന ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാനോ അല്ലെങ്കിൽ കേരളത്തിൽ വരുന്ന അല്ല ശാന്തു കൊച്ചുകൂടി, റാണെ തന്നെ പറയുന്നുണ്ട് ഏതോ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും കൺവേർട്ട് ചെയ്യാനിരുന്ന 12,000 പേരെ രക്ഷിച്ച ഒരാളോട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് ഏതോ കുഴിത്തിരിപ്പ് പോയി പറഞ്ഞു കൊടുക്കുന്ന അല്ല. റാണയ്ക്കറിയോ കേരളം എന്താണെന്നും കേരളത്തിൻ്റെ മതേതര പാരമ്പര്യം എന്താണെന്നും കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മഹത്വം എന്താണെന്നും ഈ പറഞ്ഞ റാണയ്ക്കറിയോ? റാണ ഒന്ന് ഒരു മാസം താമസിക്കട്ടെ, എന്നിട്ട് അയാളത് പറയട്ടെ. പോട്ടെ, റാണയ്ക്കറിയാവുന്നത് റാണയുടെ തലച്ചോറിൽ പുളയ്ക്കുന്നത് വർഗീയതയാണ്. അയാളത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ നേതാക്കളാണ് ഈ ആരുമായിക്കോട്ടെ പറയാവോ ആനന്ദ് കൊച്ചുകൂടി? അതല്ല, ഇത് ഈ കേരളത്തിൽ വന്ന 5 വർഷത്തിൽ കൂടുതൽ ഇവിടെ ഗവർണറായിട്ടിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടതാണ്. അതായത് കേരളത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒരു ഭക്ഷണമാണ് കഴിക്കുന്നത്, എല്ലാം ഒരു വസ്ത്രമാണ് ധരിക്കുന്നത്. ഇവിടെ ഒരാളെ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അയാളുടെ മതം ഏതാണ് ജാതി ഏതാണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഭാഷയാണ് സംസാരിക്കുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിം വിഭാഗങ്ങൾ ഉറുദു സംസാരിക്കുമ്പോൾ ഈ ഹിന്ദുക്കൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ എല്ലാവരും മലയാളമാണ്. ഈവൻ തമിഴ്നാട്ടിൽ വരെ, നമ്മുടെ അടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ വരെ ഒരു കൂട്ടം മുസ്ലിം തമിഴ് വംശജർ ഉറുദുവാണ് സംസാരിക്കുന്നത്. മറ്റൊരു സംഘം തമിഴ് സംസാരിക്കുന്നവരുമുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് മലയാളം മാത്രം സംസാരിക്കുന്ന മുസ്ലിം വിഭാഗക്കാരുള്ളത്. കേരളം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഈ നമ്മുടെ മതമൈത്രിക്കും എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന ആൾക്കാരും കേരളം മറ്റ് എല്ലാ ഒരു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പോലും ഒരത്ഭുതമാണ്. അപ്പോഴാണ് ഇവിടെ നമ്മുടെ BJPയുടെ നേതാക്കൾ, എനിക്ക് തോന്നുന്നു ഇത് ഈ കെ സുരേന്ദ്രൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ BJPയുടെ ഈ ഏറ്റവും പുതിയ തലമുറയിലെ നേതാക്കൾക്ക് മാത്രം ഉള്ള ഒരു പ്രശ്നമാണ്. കാരണം കുറച്ചുകൂടി പഴയ BJP നേതാക്കൾക്ക് അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള BJP നേതാക്കൾ പോലും ഇത് അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ BJPക്കാർ പോലും അല്ലെങ്കിൽ കേരളത്തിലെ സംഘികൾ പോലും ഉത്തരേന്ത്യയിലെ അത്രയും ഒരു സംഘി നമ്മുടെ പ്രിയപ്പെട്ട S ജയസൂര്യൻ BJPയുടെ സംസ്ഥാന വക്താവാണ്, BJPയുടെ കേരളത്തിലെ തലമുതിർന്ന നേതാവാണ്. അദ്ദേഹം ആധികാരികമായി അതിനെ സ്ഥിരീകരിക്കുകയാണ്. ഞങ്ങൾ യോജിക്കുന്നു, സംസ്ഥാന BJPയുടെ നിലപാടാണെന്നേ കേരളം മിനി പാകിസ്ഥാനാണെന്ന്. അതിൽ തന്നെ സംശയം, അദ്ദേഹം നേർക്കുനേർ പറഞ്ഞ കാര്യങ്ങളല്ലേ. ഞാൻ അവിശ്വാസനോട് കേൾക്കാണത്. ആനന്ദ് കൊച്ചുകൂടി, ഞാൻ തികച്ചും അവിശ്വാസനോട് കേൾക്കാണ് കേരളത്തിലെ ഒരു BJPയുടെ നേതാവ് അത്തരത്തിൽ പറയുന്നത്. ആനന്ദ് കൊച്ചു പറഞ്ഞു പൂർത്തിയാക്കും. അതെ, അത് ഞാൻ കരുതുന്നത് ഇത് ഈ കെ സുരേന്ദ്രൻ്റെ കാലഘട്ടത്തിലെ BJP നേതാക്കൾ, അതായത് 2020 ഫെബ്രുവരിയിലാണ് കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. അതിനുശേഷം BJPയിൽ ഉണ്ടായ ഒരു പരിണാമത്തിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ ഇതുപോലെ തീവ്ര വർഗീയത പറഞ്ഞ് ഇവിടെ കേരളത്തിൽ അധികാരം പിടിക്കാമെന്ന
എന്തോ ഒരു മണ്ടത്തരത്തിന് പുറത്ത് സുരേന്ദ്രനും കൂട്ടരും ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഈ തീവ്ര നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് അവർക്ക് തന്നെ തിരിച്ചടിയാണെന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകും. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, ഇതിൻ്റെ എല്ലാം ആവിർഭാവം ഇത് നിതീഷ് റാണയ്ക്ക് വെറുതെ വായുവിൽ നിന്ന് കിട്ടിയതല്ല. ഡിസംബർ 21-ാം തീയതി വിജയരാഘവൻ പറഞ്ഞ, വയനാട് വെച്ച് പറഞ്ഞ ഒരു കാര്യം, അത് ഇന്ത്യയിലെ എല്ലാ മുഖ്യധാര പത്രങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്തു. ഞാൻ ബംഗ്ല ചാനലുകളിൽ വരെ അതിൻ്റെ ക്ലിപ്പിങ്ങുകൾ കണ്ടു. വിജയരാഘവൻ പറഞ്ഞത് പല രീതിയിൽ പല വ്യാഖ്യാനങ്ങളായിട്ട് എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും ഹിന്ദി പത്രങ്ങൾ ഉൾപ്പെടെ അതിനെ വലിയ തോതിൽ അത് ആഘോഷിച്ചു. കാരണം 2019 അമിത്ഷാ എന്ന് പറഞ്ഞിരുന്നു, വയനാട് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഒരു പാർട്ടിയുടെ റാലി നടക്കുമ്പോൾ അത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് സംശയം തോന്നും എന്ന തരത്തിൽ. ഞാൻ പറഞ്ഞത് അതൊന്നും വിജയരാഘവൻ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഗുസ്പേട്ടുകൾ എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചർച്ചയിൽ പറയുന്നത്, അല്ലെങ്കിൽ 1 ലക്ഷം പ്രചരണത്തിൽ പറഞ്ഞ വിജയരാഘവൻ പറയുന്നത് കൊണ്ടാണോ? കർണാടകയിൽ പോയി അടുത്ത കേരളമാണ് സൂക്ഷിച്ചോ എന്ന് അമിത്ഷാ പറയുന്നത് ഈ പറഞ്ഞ വിജയരാഘവൻ പറഞ്ഞിട്ടാണോ? നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ എത്ര കൊടിയ വർഗീയ പ്രസ്ഥാനം നമ്മൾ കേട്ടു. അതൊക്കെ വിജയരാഘവൻ പറഞ്ഞിട്ടാണ്. വിജയരാഘവൻ പറഞ്ഞ തെറ്റാണ്. പക്ഷേ വിജയരാഘവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണോ റാണെ ഇത് പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്.